ന്യൂസിലേക്ക് സ്വാഗതം. 70ാമത് നാഷണൽ അവാർഡിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. മമ്മൂട്ടിയുടേത് 3 സിനിമകളാണ് വരുന്നത്. നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്, അതേപോലെ പുഴു എന്നുള്ള സിനിമകളാണ്. 3നും വ്യത്യസ്ത ഭാവങ്ങളുടെ മമ്മൂട്ടി അഴിഞ്ഞാടുമ്പോൾ കാന്താരയിലൂടെ ഋഷഭ് ഷെട്ടിയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഫൈനൽ റൗണ്ടുകളിലേക്ക് വരുമ്പോൾ ഇവർ രണ്ടുപേര് തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയുമുണ്ട് താരങ്ങൾ എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെ പ്രകടനം തന്നെയാണ് അതിഗംഭീരമായിട്ട് കാണാനും കഴിയുന്നത്. എന്താണേലും ആർക്ക് നാഷണൽ അവാർഡ് ലഭിക്കും എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. ഏറെയും അർഹൻ മമ്മൂട്ടി എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. 3ഓളം സിനിമകളിൽ വ്യത്യസ്തമായ രീതിയിൽ മമ്മൂട്ടി പോകുമ്പോൾ അതിനെ കവർ ചെയ്യാൻ ഒരു നടനും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ആദ്യമായിട്ടല്ല മമ്മൂട്ടി അങ്ങനെ പോകുന്നത്. പലവട്ടമായി പല പ്രാവശ്യങ്ങളായി ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയും മമ്മൂട്ടി തന്നെയാണ്. രണ്ടാമത് മോഹൻലാലും നിൽക്കുന്നു. ഇവർക്കൊക്കെ കിട്ടിയിരിക്കുന്നത് 2ഉം 3ഉം നാഷണൽ അവാർഡുകൾ മാത്രമാണ്. ഒരു പക്ഷേ 10ന് മുകളിൽ നാഷണൽ അവാർഡ് നേടാൻ അർഹതയുള്ള നടന്മാരായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും. ഋഷഭ് ഷെട്ടിയാണ് കടുത്ത വെല്ലുവിളി ഉയർത്തി നിൽക്കുന്നത്. കാന്താര നമ്മൾ കണ്ടതാണ്. അതിലെ മിന്നുന്ന പ്രകടനം, ക്ലൈമാക്സ് രംഗങ്ങളിലെ ഏകദേശം അരമണിക്കൂറോളം വരുന്ന ആ പ്രകടനം ഞെട്ടിക്കുക തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ നാഷണൽ അവാർഡിൻ്റെ ഔട്ട് വരുമ്പോൾ നമുക്ക് മമ്മൂട്ടിയാണോ ഋഷഭ് ഷെട്ടിയാണോ എന്നറിയാം, അതോ മറ്റാരെങ്കിലും ആണോ എന്നറിയാം. തീർച്ചയായും ഇവരിൽ രണ്ടിൽ ഒരാൾക്ക് തന്നെയാണ് ലഭിക്കാനുള്ളത്. ഒരു പക്ഷേ ഷെയർ ചെയ്തേക്കാം. എന്നാലും ഏറെയും അർഹൻ മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.